ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 10-15 വർഷങ്ങൾക്ക് മുന്നേ പെട്ടിയിലായ ഒരു ലാലേട്ടൻ സിനിമ ഇപ്പോഴത്തെ പുറത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും അവസരമായിട്ട് വന്നിരിക്കുന്നത്. സ്വപ്നമാളിക ലാലേട്ടൻ ആദ്യമായിട്ട് കഥ രചിച്ച സിനിമയാണല്ലോ. പിന്നീട് ലാലേട്ടന്റെ സമ്മതമില്ലാതെ പല രംഗങ്ങൾ സംവിധായകൻ ഷൂട്ട് ചെയ്ത് ഏറ്റവും അവസാനം പെട്ടിയിലായ നിയമ പോരാട്ടങ്ങളിലേക്ക് പോയ സിനിമയായിരുന്നല്ലോ. ഇപ്പോഴത്തെ ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് ഈ വർഷം പ്ലാൻ ചെയ്യുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ മാസമാണ് സ്വപ്നമാളിക തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ വലിയ തിയേറ്റർ തരംഗം, അതോടൊപ്പം തന്നെ തുടർച്ചയായി 4 റീ റിലീസ് സിനിമകളുടെ വലിയ തിയേറ്റർ തരംഗത്തിന് പിന്നാലെ ഇനിയും ഒരുപാട് ലാലേട്ടൻ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത 2 വർഷക്കാലം പല സിനിമകളിൽ ലാലേട്ടൻ്റെതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. 10ഓളം സിനിമകളുടെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ സിനിമ 2020 എന്ന സിനിമയാണ്. മൾട്ടി സ്റ്റാർ സിനിമയാണെങ്കിലും ഫുൾ ലാലേട്ടൻ ഷോ കണ്ട സിനിമ കൂടിയായിരുന്നല്ലോ 2020. ഇന്നലെ ഞായറാഴ്ച പ്രേക്ഷകരെ അറിയിച്ചതുപോലെ സിനിമ ഓഗസ്റ്റ് മാസം അടുത്ത മാസം തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ലാലേട്ടൻ്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുന്ന സിനിമ രാവണപ്രഭുവാണ്. ഓണക്കാലത്തിന് ശേഷം സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. ഉദയനാണ് താരം പല മാസങ്ങളിൽ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത് മാറ്റിവെക്കപ്പെട്ട സിനിമയാണ്. ഏറ്റവും അവസാനം തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ചത് ഈ ജൂലൈ മാസം അവസാനം എന്നാണ്. പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. കാലാപാനി ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന വിതരണ കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്ന മറ്റൊരു ലാലേട്ടന്റെ റീ റിലീസ് ചിത്രം വടക്കും നാഥനാണ്. ഈ വർഷം തന്നെ സിനിമയുടെ റീ റിലീസ് സാധ്യതകളുണ്ട്. അടുത്ത വർഷവും നിറയെ ലാലേട്ടൻ സിനിമകൾ റീ റിലീസ് ചെയ്യുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ ഗുരു എന്ന സിനിമയാണ്. മുൻപ് ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു റീ റിലീസാണ് ഗുരു എന്ന സിനിമയുടേത്. മറ്റൊരു റീ റിലീസ് കിരീടം എന്ന സിനിമയുടേതാണ്. ഒപ്പം തന്നെ സിബി മലയിലിന്റെ ദശരഥം എന്ന സിനിമയും റീ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടാതെ തേന്മാവിൻ കൊമ്പത്ത് അടുത്ത വർഷം റീ റിലീസ് ചെയ്യുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ദേവാസുരം, ഹലോ എന്നീ സിനിമകളുടെ വർക്കുകൾ നടക്കുന്നുവെന്നാണ്. ഈ സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിലെ വിതരണം നടത്തുന്ന മാറ്റിനി നൗ ഉടമ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 വർഷത്തിനിടയിൽ ഒരുപാട് പുതിയ സിനിമകളും ലാലേട്ടന്റെ തിയേറ്ററുകളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ പഴയ സിനിമകൾ റീ റിലീസ് ചെയ്യുമെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഇതിനിടയിൽ മമ്മൂട്ടി ചേട്ടൻ ഇനി പുതിയ റീ റിലീസുകൾ ഇല്ലേ എന്നൊരു ചോദ്യം പ്രേക്ഷക മനസ്സുകളിൽ ഉണ്ടാകും. എന്നാൽ മമ്മൂട്ടി ചേട്ടൻ ഇനി റീ റിലീസുകൾ കുറവാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വെള്ളിയേട്ടൻ ഉൾപ്പെടെ 4 റീ റിലീസ് സിനിമകളും വലിയ പരാജയമായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ചെലവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ അന്നത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമ ഒരു വടക്കൻ വീരഗാഥ പോലും നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി സിനിമകൾക്ക് റിപ്പീറ്റ് ഓഡിയൻസ് ഇല്ല എന്നൊരു അഭിപ്രായമാണ് ഇപ്പോഴത്തെ ഈ സിനിമകളെല്ലാം തന്നെ തിയേറ്ററുകളിൽ വിതരണം ചെയ്ത മാറ്റിനി നൗ ഉടമ തന്നെ വെളിപ്പെടുത്തുന്നത്. ലാലേട്ടനും ദിലീപിനുമാണ് മലയാളത്തിൽ റിപ്പീറ്റ് ഓഡിയൻസും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ഉള്ളത് എന്നാണ് മാറ്റിനി നൗ ഉടമ പറയുന്നത്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ റീ റിലീസ് സിനിമാ വാർത്തകൾക്ക്.